നമസ്കാരം. നക്ഷത്രഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2024 ജനുവരി മാസം 2-ാം തീയതി പൂരം നക്ഷത്രമാണ് വരുന്നത്. 12 രാശിയിൽ വരുന്നവർക്ക് എന്തെല്ലാം ഫലങ്ങളാണെന്ന് നോക്കാം. മേടം രാശി അശ്വതി, ഭരണി, കാർത്തികകാലി ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള പല ഫലങ്ങളും പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ടോടുകൂടി പല കാര്യങ്ങളും ചെയ്തു തീർക്കാനൊക്കെ സാധിക്കുന്ന ഒരു ദിവസമാണ്. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയൊക്കെ സഹായം ലഭിക്കാനും സാധ്യതയുള്ളൊരു ദിവസമാണ്. എന്നാൽ പങ്കാളിയുമായിട്ട് ചില അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. വിവാഹ ആലോചനകളിലെല്ലാം തീരുമാനം നീണ്ടുപോകാനോ അല്ലെങ്കിൽ മുടങ്ങിപ്പോകാനോ ഒക്കെ സാധ്യതയുണ്ട്. ഭാഗ്യം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. സർക്കാരിൽ നിന്നോ ഉന്നത വ്യക്തികളിൽ നിന്നോ ഒക്കെ സഹായം ലഭിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. തൊഴിൽ രംഗത്ത് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. വരുമാനമെല്ലാം വർദ്ധിക്കാനും പുതിയ വരുമാന മാർഗങ്ങളെല്ലാം കണ്ടെത്താനും സാധിക്കുന്ന ഒരു ദിവസം തന്നെയാണ് ഇന്ന്. ഇടവൻ രാശി കാർത്തിക, മുക്കാലി, രോഹിണി, മകരം, അര ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. യാത്രകൾ കൊണ്ട് നേട്ടം ഉണ്ടാവാൻ യോഗം കാണുന്നുണ്ട്. കുടുംബത്തിൽ പൊതുവെ ശാന്തിയും സമാധാനവും ഐശ്വര്യമൊക്കെ നിലനിൽക്കുന്ന ഒരു ദിവസമാണ്. ഒരു മംഗളകർമ്മം വീട്ടിൽ നടക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. വീട് പുതുക്കാനോ അല്ലെങ്കിൽ പുതിയ വീട് നിർമ്മിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട് വാങ്ങാനോ ഒക്കെ ശ്രമിക്കുകയാണെങ്കിൽ ആ കാര്യങ്ങൾക്കെല്ലാം ഇന്നത്തെ ദിവസം ഗുണകരമായിട്ട് മാറുന്നതാണ്. മിഥുനൻ രാശി മകര, തിരുവാതിര, പുണർദം, മുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ഗുണകരമാണ്. സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഗുണകരമായിട്ടുള്ളൊരു ദിവസമാണ്. ഏത് സംരംഭവും തുടങ്ങാൻ ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമാണ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തുടങ്ങാനായിട്ട് കുറച്ച് കാലമായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ അത് ഇനിയും വൈകിക്കാതെ തന്നെ ഇന്ന് തന്നെ തുടങ്ങാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും ഗുണകരമായിട്ട് മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. സർക്കാരിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്ന സഹായങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സർക്കാർ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പേപ്പറുകളൊക്കെ ലഭിക്കാനുണ്ടെങ്കിൽ അതിന് ഇന്ന് ശ്രമിക്കുകയാണെങ്കിൽ അതെല്ലാം എളുപ്പം നേടിയെടുക്കാൻ സാധിക്കും. മുടക്കങ്ങളൊന്നും ഇല്ലാതെ പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്ന ശുഭകരമായിട്ടുള്ളൊരു ദിവസമാണ് ഇന്ന്. കർക്കിടക രാശി പുണർദം, കാല്, പൂയം, ആയില്യം ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും ഒക്കെ ഉന്നത വിജയം നേടാൻ സാധിക്കും. പരീക്ഷയിലെല്ലാം വിജയം ആഗ്രഹിച്ച പോലെ തന്നെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനെല്ലാം അഡ്മിഷനെല്ലാം ഇഷ്ടപ്പെട്ട കോളേജിലും യൂണിവേഴ്സിറ്റിയിലൊക്കെ അഡ്മിഷൻ കിട്ടാനൊക്കെ അനുകൂലമായിട്ടുള്ളൊരു ദിവസമാണ്. പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ പറയുന്നത് പോലെ മറ്റുള്ളവർ കേൾക്കാനും അതിന് അനുകൂലമായിട്ട് റെസ്പോണ്ട് ചെയ്യാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. ഇന്നത്തെ ദിവസം നമ്മളുടെ വാക്കുകൾക്ക് മറ്റുള്ളവർ കൂടുതൽ വില കൽപ്പിക്കുന്നതായിട്ട് അനുഭവപ്പെടുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് എല്ലാം അത്തരം കാര്യങ്ങളിലെല്ലാം ഇന്ന് കൂടുതൽ ശോഭിക്കാൻ സാധിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. ചിങ്ങം രാശി മകം, പൂരം, ഉത്തരത്തിൽ, കാല് ഈ നക്ഷത്രക്കാർക്ക് കലാരംഗത്തെല്ലാം ശോഭിക്കാൻ സാധിക്കും. കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. പങ്കാളിയെ കൊണ്ട് പല നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കും. ഈശ്വരാധീനം, ഭാഗ്യമൊക്കെ അനുകൂലമായിട്ടുള്ളൊരു കാലമാണിപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് പുതിയ കാര്യങ്ങൾക്കെല്ലാം ഇന്നത്തെ ദിവസം ശ്രമിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അതെല്ലാം വിജയിപ്പിക്കാനൊക്കെ സാധിക്കുന്നതാണ്. യാത്രകൾ കൊണ്ടും പല നേട്ടങ്ങളുണ്ടാവും. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട് പുതുക്കി പണിയാനോ മോടി പിടിപ്പിക്കാനോ അല്ലെങ്കിൽ പുതിയ വീട്ടിലേക്ക് മാറി താമസിക്കാനോ ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഇന്നത്തെ ദിവസം അനുകൂലമാണ്. കന്നിരാശി ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് പ്രതീക്ഷിക്കാത്ത ചിലവുകളെല്ലാം വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരുപാട് യാത്രകൾക്കും യോഗമുള്ളൊരു ദിവസം തന്നെയാണ്. കിട്ടിയതിലധികമായിട്ട് അല്ലെങ്കിൽ കിട്ടുന്നതിലധികമായിട്ട് അല്ലെങ്കിൽ വരുമാനത്തിലും അധികമായിട്ടുള്ള ചിലവുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പണം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ദൈവാധീനം കുറഞ്ഞ ഒരു കാലമാണ്. കുടുംബക്ഷേത്രത്തിലും മറ്റും ദർശനം നടത്തുകയും വഴിപാടുകൾ നടത്തുകയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ഗുരുവായൂരോ ഒക്കെ ദർശനം നടത്തി കഴിഞ്ഞാൽ ഒരു പരിധിവരെ ദോഷങ്ങൾക്കെല്ലാം പരിഹാരമാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. തുലാം രാശി ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാൽ ഈ രാശിക്കാർക്ക് വളരെ ദൈവാധീനമുള്ള ഒരു കാലമാണ്. എല്ലാ കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ നടക്കുന്ന ഒരു സമയം തന്നെയാണ്. ഈശ്വരാധീനം കൊണ്ട് പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്ന പോലെ ചെയ്തു തീർക്കാൻ സാധിക്കും. കുടുംബജീവിതം സമാധാനം നിറഞ്ഞതായിരിക്കും. തൊഴിൽ രംഗത്തും അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം.
വരുമാനം എല്ലാം വർദ്ധിക്കും. ബിസിനസ് രംഗത്തെല്ലാം കൂടുതൽ ശോഭിക്കാൻ സാധിക്കും. ഇന്നലെ വരെ ഉണ്ടായിരുന്നതിൽ കൂടുതൽ നേട്ടങ്ങൾ ഇന്നത്തെ ദിവസം കൈവരിക്കാനൊക്കെ സാധിക്കുന്നതാണ്. അതുകൊണ്ട് പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം അനുകൂലമായിട്ടുള്ളൊരു ദിവസമാണ്. വൃശ്ചികരാശി വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രക്കാർ ഇന്ന് വളരെയധികം സൂക്ഷിച്ച് സംസാരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കലഹങ്ങളും തർക്കങ്ങളും ആവശ്യമില്ലാതെ വന്നു ചേരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് വാക്കുകളെല്ലാം വളരെ മിതമായിട്ട് സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത തർക്കങ്ങളിലും കലഹങ്ങളിലും ഇടപെടാതിരിക്കാനും ആ പ്രശ്നം സോൾവ് ചെയ്യാൻ പോകാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. തൊഴിൽ രംഗത്ത് അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. ദൈവാധീനം കുറഞ്ഞ കാലമാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനകളും വഴിപാടുകളും നടത്താനായിട്ട് മടിക്കാതിരിക്കുക. ധനുരാശി മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാല് ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് വലിയ ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. കുറച്ച് കാലമായിട്ട് മുടങ്ങിക്കിടന്നിരുന്ന അല്ലെങ്കിൽ പരിശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങളൊക്കെ ഇന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പം നടക്കുന്നതാണ്. അതുകൊണ്ട് ഏറ്റവും ദൈവാധീനമുള്ള ഒരു കാലമായതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾക്കെല്ലാം ഇന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പം നേടിയെടുക്കാൻ സാധിക്കും. തൊഴിൽ രംഗത്ത് പല മാറ്റങ്ങളും അനുകൂലമായിട്ട് സംഭവിക്കാൻ സാധ്യത കാണുന്നുണ്ട്. സ്ഥാനക്കയറ്റം ലഭിക്കാനും സാമ്പത്തിക പുരോഗതി കൈവരിക്കാനൊക്കെ യോഗമുള്ളൊരു ദിവസമാണ്. തടസ്സങ്ങളെല്ലാം മാറ്റി എതിരാളികളെയൊക്കെ നമുക്ക് അനുകൂലമായിട്ട് മാറ്റാനൊക്കെ സാധിക്കും. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയൊക്കെ സഹായം ലഭിക്കാനും യോഗമുള്ളൊരു ദിവസമാണ്. പഠന കാര്യങ്ങളിലെല്ലാം കൂടുതൽ നേട്ടം കൈവരിക്കാനും ഉപരിപഠനത്തിനുള്ള അവസരങ്ങൾ ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട്. മകരരാശി ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടമര ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല. പല കാര്യങ്ങൾക്കും അവിചാരിതമായ തടസ്സങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. പങ്കാളിയെ കൊണ്ട് തന്നെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ യോഗമുള്ളൊരു സമയമാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം പുതിയ ഒരു സംരംഭവും തുടങ്ങാനായിട്ട് ശ്രമിക്കാതിരിക്കുക. സാമ്പത്തിക നഷ്ടമൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. നേരത്തെ തീരുമാനിച്ചിരുന്ന പല കാര്യങ്ങൾക്കും മുടക്കം വരാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ നടത്തുകയൊക്കെ ചെയ്യുന്നത് ദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് മാറുന്ന ദിവസമാണ് ഇന്ന്. കുംഭൻ രാശി അവിട്ടര, ചതയം, പൂറ്റാതി, മുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ഗുണകരമാണ്. ശത്രുക്കളെയൊക്കെ വശത്താക്കാൻ സാധിക്കും. സൗഹൃദം പുനഃസ്ഥാപിക്കാനും പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനൊക്കെ സാധിക്കുന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറി ആരോഗ്യം വീണ്ടെടുക്കാൻ, രോഗങ്ങളെല്ലാം മാറി ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. എല്ലാ കാര്യങ്ങളും ശുഭകരമായിട്ട് മാറുന്ന ദിവസമാണ്. കുടുംബജീവിതം ഊഷ്മളമായിട്ട് തുടരും. മീനൻ രാശി പൂറ്റാതി, കാല്, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള പല ഫലങ്ങളും പ്രതീക്ഷിക്കും. ആരോഗ്യ കാര്യത്തിലെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ പിടിപെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. മനക്ലേശവും ടെൻഷനും ഒക്കെ ഉണ്ടാവാനും യോഗമുള്ളൊരു ദിവസമാണ്. ബന്ധുക്കളൊക്കെ കൊണ്ട് ചില ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാവാനുള്ള യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ പല പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങളും നേരിടേണ്ടി വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ചെറിയ വിഘ്നങ്ങളൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നന്നായിരിക്കും. ദൈവാധീനമുള്ള സമയമായതുകൊണ്ട് പല പ്രശ്നങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. സാമ്പത്തിക സ്ഥിതിയെല്ലാം തൃപ്തികരമാണ്. ത്വക്ക് രോഗങ്ങളൊക്കെ പിടിപെടാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ആ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇതോടെ ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.